ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് തക്കാളി അരിപ്പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നമ്മൾ തലേ ദിവസം വെള്ളത്തിലൊന്നും ഇടാൻ മറന്നിട്ടുണ്ടെങ്കിലോ ആട്ടി വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിലോ എളുപ്പത്തിൽ നമുക്ക് എവിടേക്കെങ്കിലും എളുപ്പത്തിൽ പോകണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതേപോലെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് റവ കൂടി വേണം. അപ്പോൾ ഇത് നമ്മൾ വറുക്കാത്ത അരിപ്പൊടിയാണ്, പത്തിരിയുടെ പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. റവയും വറുത്തിട്ടൊന്നുമില്ല, രണ്ടും വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരിപ്പൊടി റവയും കൂടി ആകുമ്പോൾ കട്ടകളൊന്നും എളുപ്പത്തിലാവില്ല കേട്ടോ, വേഗത്തിൽ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിത് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിന് മിക്സിയിൽ അരച്ചെടുക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇതാ നമ്മളിത് മിക്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സാക്കിയിട്ട് നമുക്കിതൊന്നിവിടെ അടച്ച് വെക്കാം. ഈ റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ചേരുവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, വലുതാണെന്ന് വെച്ചാൽ ഒരു മുറി മതിയാകും. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. വറ്റൽമുളകിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇനി വറ്റൽമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്തെടുത്താലും മതി. വറ്റൽമുളക് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിത് നമ്മൾ വെള്ളം ഒഴിക്കാൻ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ നീരും ഉള്ളിയുടെ നീരും ഒക്കെ കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് അരച്ചെടുക്കുന്ന നേരം മാത്രമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റോളം. അപ്പോൾ ഇതാ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവയിലേക്കും അരിപ്പൊടിയിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 1 കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 1/2 കപ്പ് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇത് എത്രണ്ട് കുറുക്കുണ്ടോ നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ റവയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറുകിയിട്ടുമുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതിപ്പോൾ കുറുക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയും വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഒഴിച്ച് നോക്കാം. കണ്ടല്ലോ, ഇത് കുറച്ചുകൂടി തിക്കിലാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് വെറുതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് കുറച്ച് കുറഞ്ഞാലും നമുക്ക് കറി കൂട്ടി കഴിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തതാണ്, മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ അപ്പത്തിന്. ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നല്ലോണം ചൂടാകുമ്പോൾ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണതിൻ്റെ തൊട്ട് മുന്നെയാണ് കേട്ടോ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ നമ്മുടെ മാവ്. പിന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം മിക്സാക്കി ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ റവ അടിയിൽ പതിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കയ്യിലിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. മുക്കി എടുത്താൽ മതി, ഇളക്കി ഒഴിച്ചു കൊടുക്കണം എന്നുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ റവ പതിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് നല്ലോണം ആയ ചട്ടിയിൽ ഒഴിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഹോൾസ് ആയിട്ട് കിട്ടുക. ഇനി ഇതൊന്ന് മെലിഞ്ഞ് വരട്ടെ. മെലിഞ്ഞ് വന്നതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മേലെ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. ഞാൻ എണ്ണയാണ് തടവി കൊടുക്കുന്നത്. നിങ്ങൾ വെറുതെ കഴിക്കാനാണെന്ന് വെച്ചാൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് മുരിപ്പിച്ചെടുത്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. ഇപ്പോൾ ഇതാ ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. നല്ല മുരിഞ്ഞ ദോശയാണ്,
നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചൂടോടെ വെറുതെ കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അവർ ഓരോന്ന് കഴിച്ചു പോകും. നമ്മൾ വലിയ ദോശ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഓരോന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും. പിന്നെ കുട്ടികൾ നല്ല ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ ഇത് ഒരെണ്ണം മാത്രമൊന്നല്ല കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നും നമ്മൾ ഒരുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും അമ്മമാർക്കായാലും ഒക്കെ മടുത്തു പോകും. പിന്നെ നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെയൊക്കെ റെസിപ്പികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാവും, നമുക്കും ഇഷ്ടമാവും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപോലെ ഉണ്ടാക്കിയെടുത്തെടുത്ത് മടുപ്പും വരില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിന്ന് ക്രിസ്പി എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്. ഇത് ചൂടോടെ കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നല്ല ബബിൾസായിട്ട് ഹോൾസായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ പറഞ്ഞ അത്ര വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് തക്കാളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തെടുക്കാൻ, ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത സാമ്പാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി കറി തന്നെ വേണം കഴിക്കാനെന്നുള്ളവർക്ക് ഇതുപോലെ സാമ്പാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ ചട്നിയോ ഒക്കെ ഉപയോഗിച്ചും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറുമാണ്. അത് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കുന്നത്. എനിക്കിങ്ങനെയുള്ള ദോശകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണേ. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.